ഹലോ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു തീർക്കാൻ ശ്രമിക്കണേ. നമ്മൾ നാട്ടിൽ വന്നിട്ട് ലുലു മാളിൽ പോയില്ലെങ്കിൽ അതൊരു നാണക്കേടല്ലേ? അത് തന്നെ സംഭവം നമ്മൾ ലാപ്ടോപ്പ് തപ്പി ഇറങ്ങിയതാണ്. ചെന്ന് പെട്ടത് അത് ലുലു മാളിലാണ്, അല്ലാതെ കുവയുടെ അകത്തൊന്നും അല്ല കേട്ടോ, സിംഹത്തിൻ്റെ അടുത്തല്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. സംഭവം നമ്മുടെ വാനരപ്പടകൾ എല്ലാവരും ഉണ്ട്. ഇവരുണ്ടെങ്കിൽ പിന്നെ ഇവരെ കൂടാതെ ഒരു സ്ഥലത്തും ഞാൻ പോകുന്നില്ല. സത്യം പറഞ്ഞാൽ ഇതിൽ ഈ ലാപ്ടോപ്പ് വാങ്ങേണ്ട എനിക്കല്ല, ചേച്ചിക്ക് തന്നെയാണ് കേട്ടോ. പക്ഷേ അവൾ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മളെന്താ വീട്ടിലിരിക്കാൻ ആഗ്രഹിക്കാത്ത ആൾക്കാർ ആരെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ കാര്യത്തിന് വിളിച്ചാൽ നമ്മൾ ആ സെക്കൻഡ് ഇറങ്ങും. ഞാൻ നോക്കിക്കേ, ഇവിടുത്തെ ലുലു മാൾ അങ്ങനത്തെ വലിയ വലിയ കടകളിൽ അല്ലെങ്കിൽ ഷോപ്പുകളുടെ ഒരു പ്രത്യേകതയാണ് ഇവിടുത്തെ ലൈറ്റിങ് അല്ലേ. കറുത്തിരിക്കുന്നതിനെ വെളുപ്പിക്കുന്ന ഒരു മന്ത്രവിദ്യ. സംഭവം ഇത് നോക്കിക്കേ, ഇത് ഫുള്ള് ഓഫറിൻ്റെ കാര്യങ്ങളാണ് കേട്ടോ. ഇത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ബൈ 3 kg, പിന്നെ അതിൻ്റെ കൂടെ 2 kg കിട്ടും. പക്ഷേ ഇതൊക്കെ നല്ല ലാഭമായിരുന്നു കേട്ടോ. പിന്നെ പിള്ളേരുടെ സ്റ്റഡി ടേബിൾ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെ കണ്ടെയ്നറല്ലേ ഓരോ വലുപ്പത്തിലുള്ള പല പല കളറിലുള്ള പല പല ആകൃതിയിലുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. 199 രൂപ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഒരു സെറ്റിന്. അതൊക്കെ നല്ല ലാഭം തന്നെയാണ്. പക്ഷെ നമ്മൾ ഇവിടെ മാത്രം ലാഭം പ്രതീക്ഷിച്ചാൽ മതി. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഓഫർ എന്ന് പറഞ്ഞിട്ട് അവരൊരു എമൗണ്ട് പറഞ്ഞിരിക്കും, അതിൽ നിന്ന് കൂട്ടി അവർ ഓഫറിൽ ഇട്ടേക്കും. എന്നിട്ട് പറയും അത്രയും രൂപ നമ്മൾ കുറച്ചാൽ നന്നേന്ന് പറയും. സംഭവം അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ കുക്കറിനൊക്കെ നല്ല റേറ്റ് കുറവായിരുന്നു കേട്ടോ. സൂപ്പർ കളക്ഷൻസും ആയിരുന്നു. പിന്നെ നമ്മൾ ഈ മൂന്നായിട്ട് വരില്ലേ, അതായത് ഇങ്ങനെ മാത്രം പാത്രങ്ങൾ, ഇതിനൊക്കെ അത്യാവശ്യം അതായത് നല്ല വെയിറ്റ് ഉള്ളതാണ്. പാനുകൾ ഉൾപ്പെടെ, അതായത് നമ്മുടെ ദോശപ്പാൻ അങ്ങനെയൊക്കെ വരുന്ന എല്ലാം കൂടെ ഉൾപ്പെടെ വില കുറവായിരുന്നു. പിന്നെ നമ്മുടെ ഇത് വരില്ലേ ഹാൻഡ് വാഷ്, ഇത് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ ആകെപ്പാട് അവിടെ പോയിട്ട് വാങ്ങിച്ചു നമ്മുടെ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്ന ലിക്വിഡും പിന്നെ ഇത് ഹാൻഡ് വാഷും ആണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ നല്ല വില കുറവായിരുന്നു. നമ്മൾ എവിടെ പോയാലും ഈ ഒരു വിലയ്ക്ക് കിട്ടത്തില്ല. അതായത് ബൈ 1 get 1 ഫ്രീ ആയിരുന്നു. 99 രൂപയായിരുന്നു കേട്ടോ. 100 രൂപ ഈ 99, 399, 199, ഇതൊക്കെ എന്തിനാ കമ്പനികൾ ഇടുന്നത്? സത്യം പറഞ്ഞാൽ ഞാൻ എപ്പോഴും ആലോചിക്കും, എന്തിനാ അവർക്ക് 400 കിട്ടാൻ പോരായിരുന്നോ? സംഭവം ഇതാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ, ഈ ബൈ 1 get 1 ഒക്കെ. പിന്നെ നല്ല അടിപൊളി ബെഡ്ഷീറ്റുകളുണ്ടായിരുന്നു. ഞാൻ അത് ശരിക്കും പറഞ്ഞാൽ തിരിച്ചിറങ്ങുമ്പോൾ വാങ്ങണമെന്ന് വിചാരിച്ച് പോയതാണ്. സംഭവം ഞാൻ എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ അതിൻ്റെ കാര്യം ഞാൻ അങ്ങ് മറന്നു. സൂപ്പർ കളക്ഷൻസ് ആയിരുന്നു കേട്ടോ. ഇതിനും അത്യാവശ്യം വിലക്കുറവുണ്ടായിരുന്നു. നല്ല ക്വാളിറ്റി ആണെന്ന് തോന്നുന്നു. പിന്നെ ഇതൊന്നും അല്ലായിരുന്നു നമ്മുടെ വിഷയം. നമ്മൾ പോയത് ലാപ്ടോപ്പ് വാങ്ങാനായിരുന്നല്ലോ. പക്ഷേ ഞാൻ വാങ്ങിച്ച ലാപ്ടോപ്പും ഇവിടെ നിന്ന് നമ്മൾ വാങ്ങിച്ച ലാപ്ടോപ്പും നമ്മൾ വ്യത്യാസമുണ്ട്. ഒരു 6000 രൂപയുടെ സെയിം സാധനത്തിന് വിലയുടെ ഡിഫറൻസ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ കിടന്ന് നമ്മളെ ഇതുണ്ടല്ലോ, എന്താ സാധനം വലിച്ചുകൊണ്ട് പോകുന്ന സാധനത്തിന് എന്താ പറയുക, എൻ്റെ നാവിൻ്റെ തുമ്പത്തുണ്ട്, ഞാൻ മറന്നുപോയി ഗൈസ്. അങ്ങനെ എന്തൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് ഒരു ഒറ്റ ഓട്ടം ഓടുന്നുണ്ടായിരുന്നേ. പിന്നെ നമ്മുടെ ഈ മരങ്ങളും ഇതൊക്കെ ഞാൻ ചുമ്മാ ലുലു മാളിൽ പോകുമ്പോൾ ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ കാണിക്കണമല്ലോ, അതിൻ്റെ പട്ടി ഷോയാണ് ഈ കാണിക്കുന്നത്. ഞാനും കയറി ഇതിൽ കയറാനായിട്ട് പണ്ട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ പുറത്തിറങ്ങുന്നതും ഇങ്ങനത്തുള്ള സാധനങ്ങളൊക്കെ കാണുന്നത്. ലാപ്ടോപ്പിൻ്റെ കളക്ഷൻസ് നല്ല വൻപൻ കളക്ഷൻസ് ഉണ്ടായിരുന്നു. അതിന് നല്ല വിലയുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ എടുത്തിട്ടുണ്ട് അക്സറിൻ്റെ ആയിരുന്നു, i3യുടെ ഇൻ്റൽ കോറിൻ്റെ ഒരു സംഭവമായിരുന്നു. ഒരു ലാപ്ടോപ്പ് ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞുതരാൻ എനിക്കും അറിയാൻ വയ്യ. ഇൻ്റൽ കോറാണെന്ന് തോന്നുന്നു പ്രോസസ്സറായിട്ട് വന്നത്. പിന്നെ നമ്മൾ ആ ഭാഗത്ത് നിൽക്കുക, നമുക്കിപ്പോൾ കുറച്ച് അവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു, അടുപ്പിൻ്റെയും മിക്സിയുടെയൊക്കെ. അങ്ങനെ ഞങ്ങളിത് അടുപ്പ് നോക്കാനായിട്ട് കയറി. കാരണം നമുക്ക് അടുപ്പ് മിക്സി അങ്ങനെ കുറച്ച് സാധനങ്ങൾ വേണമായിരുന്നു. അപ്പം നമ്മൾ വെറുതെ അതൊക്കെ നോക്കി. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതാണ് കേട്ടോ. വി ഗാർഡിൻ്റെ ഫുള്ള് സെറ്റിങ്, അതായത് നമുക്ക് മാവ് കുഴയ്ക്കാനും പിന്നെ ജ്യൂസ് അടിക്കാം, അരയ്ക്കാം, അങ്ങനെ ഫുള്ളോട് ഒരു 5-6 ജാറ് വരുന്ന സ്ലൈസിങ്ങോട് കൂടിയിട്ടുള്ള ഒരു അടിപൊളി മിക്സി ആയിരുന്നേ. പിന്നെ അതുപോലെ തന്നെ വരുന്ന നല്ല അടിപൊളി മിക്സികളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നേ. ഇതൊക്കെ ഫുള്ള് നമ്മൾ വെറുതെ കണ്ടതാണ്. ജസ്റ്റ് നമ്മളൊന്ന് വെറുതെ കാണും. നമ്മൾ എവിടെയെങ്കിലും പോയാൽ ഒരു ഷോ നടത്തുക, അത് നമ്മുടെ ഒരു സന്തോഷമാണല്ലോ. എനിക്കറിയാം എന്നെപ്പോലുള്ള ഒരുപാട് പെൺകുട്ടികൾക്ക്, അതായത് അമ്മമാർക്ക് ഉൾപ്പെടെ ഇതൊക്കെ ഒന്ന് കാണുക, ഒന്ന് കയ്യിലെടുക്കുക, അതൊക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ള പരിപാടി. പിന്നെ ഈ ഒരു സംഭവം എനിക്ക് വാങ്ങണം എന്നുണ്ടായിരുന്നു. പക്ഷേ ഇത് മറ്റേ ബ്ലെൻഡർ അല്ലേ, ഇങ്ങനെ ജ്യൂസൊക്കെ സ്മൂത്തി അടിക്കുന്ന സംഭവമില്ലേ, അങ്ങനെ ഞാൻ ഇതിൻ്റെ അങ്ങോട്ട് മറിച്ച് ഇങ്ങോട്ട് മറിച്ച് അവസാനം ആ ചേച്ചി നോക്കണുണ്ടാകുമ്പോൾ ജസ്റ്റ് ഞാൻ അടച്ചിട്ട് അവിടെ തന്നെ അങ്ങ് വെച്ചു. പിന്നെ നിങ്ങൾക്കൊരു അലമാര കാണണോ? ഇതേ നോക്കിക്കോ, എൻ്റെ ദൈവമേ, ഇത്രയും വലിയ ഫ്രിഡ്ജ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതൊന്നും വാങ്ങേണ്ട ആവശ്യമുണ്ടോ? എന്തായാലും നമ്മളാരും ഇതൊന്നും ഇത്രയും വലുതെന്നും ഇത്ര വലുത് നമ്മൾ വാങ്ങാനും പോകുന്നില്ല. അതിൻ്റെ ബഡ്ജറ്റൊക്കെ നമുക്ക് ഇല്ലേന്ന് താനും. എൻ്റെ അമ്മ, ഒരാളെ കൊന്ന് ഇതിൻ്റെ അകത്ത് വച്ചാൽ പോലും ആരും അറിയില്ല, എന്നാ വലുതാന്നേ. പിന്നെ പട്ടി ഷോ നടക്കുന്ന മാതിരി ഓരോ അലമാര തപ്പി നടക്കും. ഇത് അവസാനം കണ്ടിട്ട് ഇതെനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഡബിൾ ഡോർ എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ ഇതൊന്നും വാങ്ങാനല്ല, വെറുതെ നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. മുകളിൽ എനിക്കൊന്ന് കട നടത്തുന്നവർക്കൊക്കെ ഇത് അത്യാവശ്യം നല്ല. പിന്നെ വലിയ വലിയ വീട് അങ്ങനെ ഹൈ ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ റിച്ച് പീപ്പിൾസ്, അവരുടെ കയ്യിലൊക്കെ ചിലപ്പോൾ ഇതായിരിക്കാം ഉണ്ടാകുന്നത്. നമ്മൾ പിന്നെ അതൊക്കെ വെച്ചിട്ട് ഇതുപോലുള്ള പിക്ചേഴ്സിലോട്ട് വന്ന് പൂവിൻ്റെ ഇതൊക്കെ ഞാൻ ആദ്യമേ പറയട്ടെ, ഞാൻ ഇതിൽ അങ്ങനെയൊന്നും കാണിക്കുക, എനിക്ക് ഇഷ്ടപ്പെട്ട പിക്ചേഴ്സ് ഇങ്ങനെ എല്ലാ പിക്ചേഴ്സും ഞാൻ കാണിക്കുന്നുണ്ട്. അല്ലാതെ ദൈവത്തിൻ്റെ ഫോട്ടോ ഇങ്ങനെ എടുത്ത് പ്രത്യേകിച്ച് കാണിക്കുക അങ്ങനത്തെ ഒരു പരിപാടിയില്ല. കണ്ടത് നമ്മൾ കാണിക്കുന്നു, അത്രേ ഉള്ളൂ കേട്ടോ. സംഭവം നോക്കിക്കോ, ഇങ്ങനത്തേക്ക്
നല്ല നല്ല ഇതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു സംഭവമാണ്. എന്താല്ലേ എന്തോ ഒരു സമാധാനത്തിൻ്റെ പ്രതീകം പോലെ കിടന്ന് ഉറങ്ങുമ്പോഴല്ല മനുഷ്യന് സമാധാനം കിട്ടുക, കണ്ണടയ്ക്കുമ്പോൾ തന്നെ സമാധാനമാണല്ലോ. ആ പ്രതീതിയാണ് ഇതൊക്കെ കണ്ടത്. പിന്നെ ഇതേ ആനയുണ്ട്, വള്ളം, പിന്നെ ദേ എന്തൊക്കെയോ സാധനങ്ങളുണ്ടായിരുന്നു, മയിലോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ 30% എന്നൊക്കെയൊക്കെ പറയുന്നുണ്ട്, ഫ്ലാറ്റ് വാല്യൂവിനെക്കാളിലും കുറവ്. പക്ഷെ ചുമ്മാ കേട്ടോ, നല്ല വലുതേ നാഗവല്ലിയുടെ ചിലങ്കയുടെ പെട്ടി അതെല്ലാം അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ദേ നോക്കിക്കോ, ഫുള്ള് സാധനങ്ങളെല്ലാം നല്ല ഇതിനൊക്കെ തൊട്ടാൽ പൊള്ളുന്ന വിലയാണ് കേട്ടോ. പക്ഷേ എനിക്കിതൊക്കെ ഓരോന്നൊക്കെ ഒന്ന് എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ആ ഒരു സാമ്പത്തിക നില ശരിയല്ലാതെ പിന്നെ ഒന്ന് എടുക്കാം എന്നൊക്കെ വിചാരിച്ച് നമ്മൾ അവിടെ വച്ചു. പക്ഷേ ഇതൊക്കെ നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ മെഴുകുതിരിയില്ലേ, നമ്മൾ കത്തിക്കുമ്പോഴത്തേക്കും നല്ല വീട് ഫുള്ള് നല്ല മണം വരുന്നത്. പിന്നെ കുറേ റോസ് പെറ്റൽസില്ലേ, അതായത് നമ്മുടെ റോസാപ്പൂവിൻ്റെ ഇതൊക്കെ എന്താണെന്നറിയില്ല, കുറേ ചകിരിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്കിത് എന്താണെന്ന് മനസ്സിലാവും. കുറേ നേരമൊക്കെ ഞാൻ എന്തൊക്കെയോ എടുത്ത് വായിച്ചു. പിന്നെ എനിക്കൊന്നും മനസ്സിലാകാത്തതുകൊണ്ട് ഞാൻ അവിടെ തന്നെ വെച്ചു. പിന്നെ ടൈമർ നേരം വെളുക്കുമ്പോൾ എണീക്കണമെങ്കിൽ ഇത് ഓരോന്ന് വാങ്ങിച്ചു വെച്ചോ, സൂപ്പറായിരുന്നു. എനിക്കൊരെണ്ണം വേണം. ഞാൻ എത്ര നേരം വെളുത്താലും രാത്രി എത്ര നേരം വേണമെങ്കിലും ഞാൻ ആയിരിക്കും, പക്ഷെ രാവിലെ എണീക്കുക എനിക്കൊരു റിസ്ക് പരിപാടിയാണ്. പിന്നെ ഇത് നോക്കിക്കോ മക്കളെ, അടിപൊളി പൂവിൻ്റെ കളക്ഷൻസ്. ഇതൊക്കെ വെറുതെ നിങ്ങൾക്ക് കാണിച്ചു തരും, ചിലവർക്കൊക്കെ ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ കാണിച്ചു തന്നതാണ്. ഞാൻ മുമ്പ് അംബാലയിൽ വെച്ചിട്ട് ഇതുപോലൊരു പൂവിൻ്റെ കളക്ഷൻസ്, അതായത് നമ്മളെ ഇതുമാതിരി ഫ്ലവർ ഷോൻ്റെയൊക്കെ ഒരുപാട് ഞാൻ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ നമ്മൾ ഇതിൽ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് നല്ല പോട്ടുകൾ, അതായത് ഫ്ലവർ പോട്ട് എന്നൊക്കെ പറയില്ലേ, അതാണ് സംഭവം. നല്ല സൂപ്പറായിരുന്നു കേട്ടോ. വീട്ടിലൊക്കെ റോസാപ്പൂവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതൊരു പോട്ട് വാങ്ങിച്ചാൽ അതിലോട്ട് ഈ റോസാപ്പൂ ഇട്ട് കഴിഞ്ഞാൽ സംഭവം റെഡിയാവും കേട്ടോ. പിന്നെ ഇത് നോക്കിക്കോ, പിന്നെ ഒരുപാട് സംഭവങ്ങൾ നല്ല കാണാൻ നല്ല ഭംഗിയില്ലേ. ഞാൻ മുമ്പ് അംബാലയിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞത് വിട്ടുപോയി. അംബാലയിൽ വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ഇങ്ങനത്തെ ഒരു സംഭവം കാണിച്ചു തന്നിട്ടുണ്ട്. അതിനേക്കാളും വില കുറവാണോ എന്ന് ചോദിച്ചാൽ അല്ല കേട്ടോ. അവിടെയാണ് എനിക്ക് കുറച്ചും കൂടി അഫോർഡബിൾ ആയിട്ട് തോന്നിയിട്ടുള്ളത്, അവിടെ തന്നെയായിരുന്നു. ഇതൊക്കെ അത്യാവശ്യം നല്ല വിലയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കാൻ തോന്നുന്ന രീതിയിലുള്ള ഒരു എന്താ പറയുക, ഒരു മനോഹാരിത എന്നൊക്കെ പറയില്ലേ, അത് തന്നെ സംഭവം. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. പിന്നെ ലുലു മാളിൽ പോയിട്ടുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും ഈ ഒരു സമയം. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ടൈപ്പാണ് കേട്ടോ. ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന സാധനങ്ങളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട. ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള കളർ നോക്കിക്കഴിഞ്ഞാൽ അവിടെ എല്ലാം കിട്ടും. ഓഫ് വൈറ്റ് വരെ ഉണ്ടായിരുന്നു. ദേ ഇതുമാതിരിയുള്ള ഇത് കണ്ടാൽ നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ആണെന്ന് എനിക്കറിയാം. അതിൻ്റെ ഇടയ്ക്ക് ചേട്ടൻ വന്നേ, മാറിക്കേ, ഡിസ്റ്റർബൻസ് ഒക്കെ അങ്ങോട്ട് പോട്ടെ. സംഭവം ഒന്ന് നോക്കിക്കോ, റെഡ് ലൈറ്റ് എന്തൊക്കെ കളറാണ് ഉള്ളതെന്ന് എനിക്ക് തന്നെ അറിയാൻ വയ്യ കേട്ടോ. ഫുള്ള് ഞാനിങ്ങനെ വെറുതെ നിങ്ങൾക്ക് ഇങ്ങനെ എടുത്ത് സ്പീഡിൽ കാണിച്ചു പോകുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അവസാനം നമ്മൾ ഇതൊക്കെ കണ്ട് കണ്ട് ഇതെന്നാലും തീരുന്നില്ലല്ലോ. പിന്നെ നമുക്കിതൊന്നും ഇതൊന്നും നമുക്ക് സെറ്റാവില്ല. ഇതിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ്. ഞാൻ ആകപ്പാടെ ലുലു മാളിൽ പോയി, ഹൈപ്പർ മാർക്കറ്റിൽ പോയി. ഈ പ്രാവശ്യം പോയപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് കാണിക്കണമെന്നുണ്ടായിരുന്നു. സംഭവം ഒന്നും നടന്നിട്ടില്ല. അവസാനം ഞാൻ എപ്പോഴും കഴിക്കുന്ന ഒരു സാധനം ലുലു മാളിൽ പോയ ഐസ്ക്രീമാണ്. അത്യാവശ്യം ക്വാണ്ടിറ്റിയും പൈസയ്ക്കും വലിയ കുഴപ്പമില്ല, നല്ല ഒറിജിനൽ സാധനം തന്നെ കിട്ടുന്നതാണ് കേട്ടോ. പിന്നെ എല്ലാവരും ഞാൻ ഇങ്ങനെ എടുക്കുന്നുണ്ട്. ചേട്ടൻ പിണങ്ങിയിരിക്കുന്നതൊന്നും അല്ല കേട്ടോ, പുള്ളിക്കാരന് ഇത് ഇഷ്ടമല്ല, ഐസ്ക്രീം ഇഷ്ടമല്ല. ഐസ്ക്രീം ഇഷ്ടമല്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയണേ. അപ്പോൾ ടാറ്റാ.